അവനെന്തേ വിളിച്ചില്ലേ? അവന് സരികയും കൂടെ കമ്പ്യൂട്ടറിന്റെ മുന്നിലാ. ഓ, ഗെയിം കളിക്കായിരിക്കും ആണെന്ന് തോന്നുന്നു. വരാൻ പറഞ്ഞില്ലേ? ഇപ്പൊ വരും. അച്ഛൻ വിളിച്ചായിരുന്നോ? ആ, വിളിച്ചു. എന്താ അച്ഛാ? നിനക്ക് ഒരു കല്യാണാലോചന. എന്താ? എനിക്ക് തോന്നി ഇതുപോലെ എന്തെങ്കിലും സില്ലി മേറ്റർ ആയിരിക്കും. അച്ഛാ, പെട്ടെന്ന് പറഞ്ഞു തീർക്കണേ. നിനക്കെന്താ ഇത് കളിതമാശയാണോ? അച്ഛനോട് എത്ര തവണ പറഞ്ഞു എന്നെ ഉടനെ കല്യാണം കഴിപ്പിക്കാൻ നോക്കണ്ടെന്ന്. അല്ല, എന്താ നിന്റെ പ്ലാൻ? കമ്പ്യൂട്ടർ, സിനിമാ തിയേറ്റർ, ഷോപ്പിംഗ് മാള്, ടൂർ പ്രോഗ്രാം, പിക്നിക് സ്പോട്സ്, ചുമ്മാ ഇങ്ങനെ കാള കളിച്ച് നടന്നാ മതിയോടാ. കണ്ടോ അമ്മ അച്ഛൻ്റെ അസൂയ? എല്ലാ അച്ഛന്മാർക്കും മക്കൾ സന്തോഷമായിട്ട് സുഖമായിട്ടും ജീവിക്കണമെന്നാ. ഇവിടെ ഒരാൾക്ക് മാത്രം മക്കൾ സന്തോഷിക്കുന്നത് കാണാനേ വയ്യ. ഇതെന്തൊരു കഷ്ട. ഒരു ജോലിയും ചെയ്യാതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ, ചുമ്മാ തിന്നും കുടിച്ചും കളിച്ചും ചിരിച്ചും കഴിയുന്നതാണോടാ ജീവിതത്തിലെ സന്തോഷം? പിന്നല്ലാതെ. ഓർമ്മ വെച്ച കാലം മുതൽ പഠിക്ക്. ഇതല്ലാതെ വേറൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. പഠിച്ചു, 1-2 നീണ്ട 17 വർഷം. ഇനി ഒരു 5 വർഷം വിശ്രമിക്കട്ടെ അച്ഛാ. ഇവനെ എന്താ ചെയ്യണ്ടേ? നിന്റെയൊക്കെ പ്രായത്തിലെ അച്ഛൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും കഷ്ടപ്പെടട്ടെ എന്നോ? അല്ല, നിന്റെ പ്ലാൻ എന്താന്ന് പറ. ഇങ്ങനെ എന്തായാലും പറ്റില്ല. അടുത്ത വർഷം എവിടെയെങ്കിലും ജോലിക്ക് കയറണം, അതാ എന്റെ പ്ലാൻ. എവിടെങ്കിലും ജോലിക്ക് കയറിയാ നിനക്ക് എന്ത് ശമ്പളം കിട്ടും സ്റ്റാർട്ടിങ്ങില്? ഒരു 25-30. ആര് തരും സ്റ്റാർട്ടിങ്ങിൽ 25-30? അതും ഈ കേരളത്തില്. നിന്റെ തസ്തി എന്തായിരിക്കും? ഒരു കമ്പനി മാനേജറായിട്ട് നിനക്ക് കിട്ടുമോ? തുടക്കത്തിൽ അങ്ങനെയൊന്നും കിട്ടിയെന്ന് വരില്ല. ഞാൻ നിന്നെ എൻ്റെ കമ്പനിയുടെ മാനേജരാക്കി വെക്കാം. 40,000 അല്ല 50,000 രൂപ ശമ്പളം തരാം. പറ്റുമോ എനക്ക്? അച്ഛന്റെ കാലിൽ എനിക്ക് നിൽക്കണ്ട, എനിക്കെന്റെ സ്വന്തം കാലിൽ നിന്നാ മതി. നീ കേട്ടോടി, ഇതാ എൻ്റെ വർത്താനം. ഞാൻ ജോലി ശമ്പളവും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് അച്ഛൻ്റെ കാല്. വേറെ വല്ലവൻ്റെ കീഴിൽ ചെന്ന് ജോലി ചെയ്ത് കിട്ടുന്നത് അവൻ്റെ സ്വന്തം കാല്. അച്ഛൻ അതൊന്നും മനസ്സിലാവത്തില്ല. ശരി, എനിക്ക് മനസ്സിലാകത്തില്ല. ഞാൻ പൈസ മുടക്കി MBA പഠിപ്പിച്ചിട്ട് എനിക്ക് യാതൊരു ഉപകാരവും ഇല്ല. വേറെ വല്ല കമ്പനിക്ക് മാത്രമേ ഇവൻ്റെ സേവനം കൊടുക്കൂന്ന്. ഇവനേക്കാൾ കഴിവ് കുറഞ്ഞ വേറൊരുത്തം വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മാസം 30,000 രൂപ വെച്ച് വാങ്ങിച്ചോണ്ട് പോവുക. അതും പോട്ടെ. ശരി, കല്യാണക്കാര്യം പറയും. നല്ല ഒന്നാന്തരം പെണ്ണ്, സുന്ദരി, ബിടെക് പഠിച്ചവളാ, നല്ല കുടുംബം, പണം, ഭൂസ്വത്ത് എല്ലാം ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോളാ. അല്ല, അവരിങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതാ. അച്ഛാ പ്ലീസ്, തൽക്കാലം വേണ്ട, നമ്മളെ ഒഴിവാക്കാൻ പറ അവരോട്. നിനക്ക് ആ പെണ്ണിനൊന്നു പോയി കണ്ടൂടെ? എന്തായാലും ബിടെക് പഠിച്ച പെണ്ണ് എനിക്ക് വേണ്ട. ബിടെക് പഠിച്ച പെണ്ണ് എന്താ കുഴപ്പം? എനിക്ക് പിന്നെ MTech, MBA, MBBS, FRCS അല്ലെങ്കിൽ MBA ഡോക്ടറേറ്റും അങ്ങനത്തെ പെണ്ണിനെ വേണ്ടത്. അങ്ങനത്തെ പെണ്ണിനെ കിട്ടും, പക്ഷേ നിന്നേക്കാൾ പ്രായം കൂടും. ഇതൊക്കെ പഠിച്ചെടുക്കാൻ വർഷങ്ങൾ കുറേ വേണ്ടേ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു 5 കൊല്ലം കൂടി കഴിയട്ടെ എന്ന്. ഈ ഏട്ടൻ അച്ഛനെ ചുമ്മാ കളിപ്പിക്കുക അച്ഛാ. അതെനിക്ക് മനസ്സിലായടി. ഇവൻ ഏതറ്റം വരെ പോകുമോ നോക്കട്ടെ. ആട്ടെ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ? അച്ഛൻ ചോദിക്കേ. നീ ആരെയെങ്കിലും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ പറ. ജാതി, മതം, പണം, സ്വത്ത് ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. കൊള്ളാവുന്ന പെൺകുട്ടിയാണെങ്കിൽ നടത്തി തരും. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. വാക്കുമാറ്റി പറയരുത്. ഇല്ല, നടേശൻ പറഞ്ഞതാണ്. നീ പറഞ്ഞോ, ആരാ? പറയാം. പറയടാ. ഒന്ന് പറഞ്ഞു തൊലയ്ക്കുന്നുണ്ടോ? ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ.
ഞാൻ അങ്ങനെ ഒരുത്തി ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. മുട്ടട്ടെ, പറയാം. സോറി. ഏട്ടന് കണ്ടുമുട്ടാൻ പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെ. ആരാടി? എന്റെ ജാനിക്കുട്ടി. അയ്യേ, നിന്റെ കൂടെ +2 പഠിക്കുന്ന കൊച്ചോ? നിനക്ക് നാണമുണ്ടോടി എന്നോടൊന്ന് പറയാൻ? എന്റെ ജാനിക്കുട്ടിക്ക് എന്താ കുഴപ്പം? സുന്ദരിയാണ്, നല്ല സ്വഭാവം, നല്ല ലോകവിവരം, പഠിക്കാൻ ബഹുമിടുക്കി, ഒരു വീട്ടിലെ സകല ജോലിയും ചെയ്യാനറിയാം. ജാനിക്കുട്ടിയുടെ തൂക്കത്തിൽ പൊന്നു കൊടുത്താലും കിട്ടില്ല ഏട്ടൻ അതുപോലൊരു പെണ്ണിന്. നിന്റെ ജാനിക്കുട്ടി പാലുകൂടി നിർത്തിയായിരുന്നോ? പോയേട്ടാ, വലിയ ആളാവല്ലേ. ഏട്ടന് കിട്ടും ഉണങ്ങി ഞവണിഞ്ഞ പോലൊരുത്തി. കാത്തിരുന്നു. ശരി അച്ഛാ, യോഗം കഴിഞ്ഞല്ലോ, ഇനി പിരിഞ്ഞു വെക്കട്ടെ. നിന്റെ വിളച്ചിലക്കാൻ അവസാനിപ്പിക്കും കരുതിയിരുന്നു. അച്ഛനെന്താ എന്നോടൊരു വിരോധം പോലെ? എനിക്ക് നിന്നോട് വിരോധവും. എന്നെ പോലൊരു അച്ഛനെ കിട്ടണമെങ്കിൽ നീ ഒരു 150 ജന്മം ജനിക്കണം. ഓ, സമ്മതിച്ചു. സമ്മതിച്ചേ പറ്റൂ. എന്താടാ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛന് ഇനിയൊരു 250 മക്കൾ ജനിച്ചാലും ശരി, എന്നെപ്പോലൊരു മകനെ കിട്ടില്ല. ആ ഇതൊക്കെ എന്റെ തന്നെയാണോടി? ദേ, എന്താ പറഞ്ഞേ? ഒന്നുമില്ലേ, സുല്ല്. ഹലോ. ഹലോ, ആരാ? രത്നമ്മ ടീച്ചറല്ലേ? ഞാൻ സരികയാണ്. എന്താ സരിക? ടീച്ചറിന് സുഖമല്ലേ? എന്റെ സുഖവിവരം തിരക്കാൻ വേണ്ടി വിളിച്ചതാണോ നീ? ചുമ്മാ കുശലം ചോദിച്ചെന്നേ ഉള്ളൂ. എന്തിനാ വിളിച്ചെന്ന് പറ. ജാനിക്കുട്ടിക്കൊന്ന് കൊടുക്കോ? അവൾ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. എവിടെ പോയി? ആ, കടയിൽ പോയിട്ട് വന്നോന്നറിയില്ല. ജാനി, എടി ജാനി. എന്താ അമ്മേ? ജാനി കടയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം, നേരിട്ട് കാണാലോ. വേണ്ട, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ആ, അവള് ബാത്റൂമിലാ. സാരമില്ല, എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം.